ഞാൻ ഇയാളെ അടിച്ചിട്ടില്ല. ഞാൻ വേറെ നടനെക്കുറിച്ച് അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിൽ ഉണ്ടായിരുന്നില്ല. ടൊവിനോയെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല. വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ. എല്ലാ സിനിമകളും വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. നിങ്ങളെല്ലാവരും ഈ ഓരോ പോസ്റ്റേഴ്സൊക്കെ അയച്ചു തരുമ്പോൾ ഞാൻ അഭിനയിക്കാത്ത സിനിമകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഞാൻ തമിഴിൽ നിന്ന് വരുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സിനിമകൾ എൻ്റെ ഫ്രണ്ട്സ് പ്രൊമോട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാറില്ല, പക്ഷേ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രി വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാനിതിനെ വളരെ തേർഡ് റേറ്റ് PR സോ കോൾഡ് PR അല്ലേ, ഇത് ഭയങ്കര പേഴ്സണൽ വെഞ്ചൻസ്. ഞാൻ നിങ്ങളെല്ലാവരും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയുടേതാണ്. ഞാനിതിലിപ്പോഴും പറയണത്, എന്നെ സംബന്ധിച്ച് ഇതൊരു അടി കേസായിട്ട് എടുക്കാൻ പറ്റില്ല. അടിച്ചാൽ പിന്നെ ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. എനിക്കറിയാം ഇത് ഇറ്റ്സ് ലൈക്ക് ഇമോഷണൽ ട്രോമയായിട്ടാണ് ഞാനിത് കൊടുക്കാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഒട്ടുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ മലയാള സിനിമകൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. അതിലിപ്പോൾ ഭയങ്കരമായ ഒരു ഒന്നുമില്ല. എല്ലാവരെയും പോലെ സ്ട്രഗിൾ ചെയ്ത് വന്നു. ഞാൻ ഒരിക്കലും എൻ്റെ സ്ട്രഗിൾ സ്റ്റോറീസ് പറഞ്ഞിട്ട് സിമ്പതി മേടിക്കുന്ന ആളുമില്ല. ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റിൽ കുറച്ചും കൂടി ഇമോഷണലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാതെ ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ അവിടുന്ന് ഗുജറാത്തിന് വണ്ടി കയറി വന്നു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല.